നമസ്കാരം, എല്ലാവർക്കും കുക്ക് ആൻഡ് ബേക്കിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു കർക്കിടക കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി അഥവാ ഔഷധ കഞ്ഞി നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് പൂർവികർ പറയുന്നത്. കർക്കിടക ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഔഷധക്കഞ്ഞി. പോഷക ഗുണങ്ങൾ ഏറെയുള്ള കർക്കിടക കഞ്ഞി രോഗപ്രതിരോധ ശേഷി നൽകുന്നു. ഇത് ദേഹരക്ഷയ്ക്ക് വേണ്ടിയാണ് കർക്കിടക മാസത്തിൽ കഴിക്കുന്നത്. ആരോഗ്യ പരിപാലനത്തിന് പ്രധാന ഉദ്ദേശം കൊടുക്കുന്ന ഈ കർക്കിടക കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പരമ്പരാഗതമായി പൂർവികർ കഴിച്ചു വരുന്ന കർക്കിടക കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. കഞ്ഞി ഉണ്ടാക്കുന്നതിന് എടുത്തു വച്ചിരിക്കുന്ന ഔഷധച്ചെടികളാണിത്. നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നും പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പണ്ട് കാലങ്ങളിൽ ഔഷധച്ചെടികളെല്ലാം ഉരകല്ലിൽ ഇടിച്ചു പിഴിഞ്ഞാണ് നീരെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ചെറുതായി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുന്നേ നമുക്ക് ഓരോ ഔഷധച്ചെടികളും ഒന്ന് പരിചയപ്പെടാം. മുക്കുറ്റി, കുറുന്തോട്ടി, തഴുതാമ, മുയൽ ചെവിയൻ, കീഴാർനല്ലി, ചെറുള, കല്ലുരുക്കി, വള്ളിയൂഞ്ഞ, തുളസി, ആനൊടിയൻ, പാടവള്ളി, ചെറുകടലാടി, നിലംബരണ്ട. ഇതുകൂടാതെ കഞ്ഞിയിലേക്ക് വെളുത്തുള്ളി, ചെറിയ ജീരകം, ആശാളി, ഉലുവ, ആഞ്ഞിലിമരത്തിൻ്റെ തൊലി, എലുങ്ങിൻ്റെ തൊലി, പേരയുടെ തൊലി, അരമുറി തേങ്ങ ചിരകിയത് അത്ര കൂടി എടുക്കണം. കർക്കിടക കഞ്ഞിയിലേക്ക് ആവശ്യമായ എല്ലാ തരം മരുന്നുകളും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയ മരുന്നുകൾ കൊണ്ട് ഒരു കഞ്ഞിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നമുക്ക് ആദ്യം എല്ലാ പച്ചമരുന്നുകളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പാടവള്ളിയുടെ ഇല നമ്മൾ ഇതിലേക്ക് ചേർക്കാറില്ല. ഇതിൻ്റെ തണ്ട് മാത്രമാണ് കഞ്ഞിയിലേക്ക് നമ്മൾ എടുക്കുന്നത്. മിക്സിയിൽ ഇതുപോലെ അല്പാൽപ്പം വെള്ളം ചേർത്ത് എല്ലാ മരുന്നുകളും ചതച്ചെടുത്ത് ഒരു അരിപ്പയിൽ ഒഴിച്ച് നമുക്ക് അരിച്ചെടുക്കാം. ഇതുപോലെ നീരെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ എടുക്കുന്ന അരിയുടെ കണക്കനുസരിച്ച് വേണം വെള്ളം എടുക്കാൻ. പിഴിഞ്ഞ് മാറ്റി വെച്ചതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നല്ലപോലെ തിരുമ്മി മാറ്റി വയ്ക്കണം. അത് നമുക്ക് അവസാനം ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ കർക്കിടക കഞ്ഞിയിലേക്ക് ഞവര അരിയാണ് എടുക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണമുള്ള അരിയാണ് ഞവര അരി. പുഴുക്കലരിയും എടുക്കുന്നവരുണ്ട്. നമ്മൾ ആദ്യം എടുത്തു വെച്ച മരത്തിൻ്റെ തൊലിയാണിത്. എലുങ്ങിൻ്റെ തൊലി നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അതിൻ്റെ മേൽഭാഗം ഒന്ന് ചുരണ്ടി കളയണം. അതുപോലെ തന്നെ ആഞ്ഞിലിയുടെയും പേരയുടെയും തൊലി ഇതുപോലെ ചുരണ്ടിക്കളഞ്ഞ് ചതച്ച് നീരെടുത്ത് മാറ്റി വയ്ക്കണം. നമ്മൾ മൺകലത്തിലാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച മരുന്നിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായി തന്നെ ഒഴിച്ചു കൊടുക്കണം. അടുപ്പിലേക്ക് വയ്ക്കാം. നല്ലപോലെ തിളച്ച് വരണം. അതിനു മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് ഉലുവയും ആശാളിയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. അധികമാകണ്ട, കയ്പ്പ് കൂടുതലായിട്ട് വരും. 1 ടേബിൾ സ്പൂൺ ആശാളി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ആശാളി കട്ട പിടിച്ച് കിടക്കും. പിന്നെ അടിയിൽ പിടിക്കാനുള്ള അവസരം ഉണ്ടാകരുത്. നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മൺകലമായതുകൊണ്ട് അടിക്ക് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്.
നല്ലപോലെ ഇപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒന്നും കട്ട പിടിച്ചൊന്നും കിടക്കുന്നില്ല. നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആഞ്ഞിലിയുടെയും പേരയുടെയും തൊലിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇടിച്ച് വെച്ചിരിക്കുന്നതാണിത്. നമുക്കിത് പിഴിഞ്ഞെടുത്ത് കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇനി തിളച്ച് വരണം. അതിനുശേഷമാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത്. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. മൺകലത്തിലായതുകൊണ്ട് അരി വേവാൻ കുറച്ച് ടൈം എടുക്കും. അരി ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് തേങ്ങ ഒന്ന് ചിരവിയെടുക്കാം. അരമുറി തേങ്ങ മതിയാകും. മിക്സിയുടെ ജാറിലേക്ക് ചെറുതായി അരിഞ്ഞ എലുങ്ങിൻ്റെ തൊലി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരല്പം ജീരകം, ചെറിയ ജീരകം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അരി തിളച്ചു എന്ന് നോക്കാം. ചെറുതായിട്ടൊക്കെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മൂടി വെച്ച് വേവിക്കണം. നല്ലൊരു മരുന്ന് വെന്തതിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. മൂടി വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കുറുകി വരണം. അരി നല്ലപോലെ തിളച്ച് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നോക്കട്ടെ അരി വെന്തിട്ടുണ്ടോ എന്ന്. ഒന്നുകൂടി വേവാനുണ്ട്. അരി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. അതിനുവേണ്ടി നമുക്ക് രണ്ടാമത് എടുത്തു വെച്ച മരുന്നിൻ്റെ നീര് അതൊരു പകുതി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി മൂടി വെച്ച് വേവിക്കണം. തീ ഒത്തിരി കൂട്ടിയിടരുത്. കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റിപ്പോകും, അരി വേവത്തുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ അരിയൊക്കെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ ആ ഒരു പച്ചപ്പെല്ലാം തിള വന്ന് മാറണം. ഇതിലേക്ക് നമുക്ക് ബാക്കി വന്ന മരുന്നിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. സാധാരണ നമ്മൾ മരുന്ന് കഞ്ഞിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മളുടെ കഞ്ഞിയെല്ലാം തിളച്ച് കുറുകി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മളുടെ കർക്കിടക കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കർക്കിടക മാസത്തിൽ തുടർച്ചയായ 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം പഥ്യം നോക്കി കഴിക്കുന്ന ഒരു മരുന്നാണ് നമ്മുടെ കർക്കിടക കഞ്ഞി. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ കർക്കിടക മാസത്തിൽ ഈ കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.